മജ്മു നികായ 47 വീമംസക സൂത്ത്. വീമംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം എന്നാണ് അർത്ഥം. ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സൂത്രമാണ്. അതായത് ഭഗവാൻ തന്നെ ഭിക്ഷുക്കളോട് എങ്ങനെയാണ് ഒരു തഥാഗതനെ അല്ലെങ്കിൽ ഒരു ബുദ്ധനെ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ഇതേ കാര്യം തന്നെ നമ്മൾക്ക് ഏതൊരു ധർമ്മഗുരുവിലും പ്രയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും ധർമ്മഗുരു ഉണ്ട് എങ്കിൽ ആ ധർമ്മഗുരുവിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ശരിയാണോ അല്ലയോ എന്ന് നമ്മൾക്ക് മനസ്സിലാകും. അത് ഏത് ധർമ്മത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ ശരി, ഈ അന്വേഷണം എല്ലായിടത്തും പ്രായോഗികമാണ്. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, പറഞ്ഞാലും ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു അന്വേഷണ ബുദ്ധിയുള്ള ഒരു ഭിക്ഷുവാണ്. പക്ഷേ ഈ ഭിക്ഷുവിന് മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിനാൽ ആ ഭിക്ഷു തഥാഗതനെപ്പറ്റി അന്വേഷിക്കേണ്ടതുണ്ട്. തഥാഗതൻ സമ്പുദ്ധൻ തന്നെയാണോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഭിക്ഷുക്കൾ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: ബന്ദേ, ഞങ്ങൾ താങ്കളിൽ ആശ്രിതമായിട്ടാണ് ധർമ്മം പഠിക്കുന്നത്. താങ്കളാണ് ഞങ്ങളുടെ വഴികാട്ടി, താങ്കളാണ് ഞങ്ങളുടെ ആശ്രയം. അതിനാൽ ദയവ് ചെയ്ത് താങ്കൾ തന്നെ ഈ കാര്യത്തെ ഞങ്ങൾക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നു കഴിഞ്ഞാലും. ഭിക്ഷുക്കൾ അതിനെ കേൾക്കുന്നതാണ്, കേട്ടതിന് ശേഷം അതിനെ ഓർമ്മിക്കുന്നതാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: ഭിക്ഷുക്കളെ, എങ്കിൽ നിങ്ങൾ കേൾക്കുക, ശ്രദ്ധാപൂർവം കേൾക്കുക, ഞാൻ പറയാം. ശരി ബന്ദേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു അന്വേഷണ ബുദ്ധിയുള്ള ഒരു ഭിക്ഷുവാണ്. എന്നാൽ ആ ഭിക്ഷുവിന് മറ്റൊരു വ്യക്തിയുടെ മനസ്സ് അറിയാൻ സാധിക്കുന്നില്ല. അതിനാൽ ആ ഭിക്ഷു തഥാഗതനെപ്പറ്റി രണ്ട് കാര്യത്തെപ്പറ്റി അന്വേഷിക്കണം. കാണാൻ കഴിയുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങളും. അതായത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളും. തഥാഗതനെപ്പറ്റി എന്തെങ്കിലും ദോഷം നമ്മൾ കാണുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. അങ്ങനെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് തഥാഗതനെപ്പറ്റി ദോഷമായിട്ടുള്ള ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല എങ്കിൽ ആ ഭിക്ഷു വീണ്ടും അന്വേഷണം നടത്തണം. തഥാഗതൻ ഏതെങ്കിലും തരത്തിലുള്ള മിശ്രണം നടത്തിയതായിട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? മിശ്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ധർമ്മത്തിൻ്റെ കാര്യങ്ങൾ ഈ ധർമ്മത്തിൽ കലർത്തുന്നു, അങ്ങനെ എന്തെങ്കിലും മിശ്രണം. അല്ലെങ്കിൽ ഒരിക്കൽ പറഞ്ഞത് പിന്നീട് മാറ്റി പറയുക, അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അങ്ങനെ തഥാഗതനെപ്പറ്റി അന്വേഷിച്ചതിന് ശേഷം ആ ഭിക്ഷുവിന് മനസ്സിലായി, തഥാഗതൻ എന്തെങ്കിലും മിശ്രണം നടത്തിയതായിട്ട് നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഭിക്ഷു വീണ്ടും അന്വേഷണം നടത്തണം. ശുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം തഥാഗതനിൽ ഉള്ളതായിട്ട് നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അന്വേഷിച്ചതിന് ശേഷം അവർ ഇങ്ങനെ കാണും: ശുദ്ധമായിട്ടുള്ള കാര്യം തഥാഗതനിൽ കാണാൻ സാധിക്കും, അതേപോലെ തന്നെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ അവർ വീണ്ടും അന്വേഷണം നടത്തും. ആയുഷ്മാൻ അടുത്തിടെയാണോ കുശലധർമ്മത്തെ പ്രാപിച്ചത്, അതോ വളരെ മുൻപ് തന്നെ പ്രാപിച്ചിട്ടുണ്ടോ? അതായത് അർഹന്തൻ്റെ അവസ്ഥ അല്ലെങ്കിൽ മുക്താവസ്ഥ ഇപ്പോൾ നേടിയതാണോ അതോ വളരെ മുൻപ് തന്നെ നേടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അന്വേഷിക്കുന്ന സമയത്ത് അവർ ഇങ്ങനെ കണ്ടെത്തും: ആയുഷ്മാൻ ആ കുശലധർമ്മം വളരെ മുൻപ് തന്നെ നേടിയിട്ടുണ്ട്, അടുത്തിടെയല്ല നേടിയത്. അപ്പോൾ അവർ വീണ്ടും അന്വേഷിക്കണം. ഏതെങ്കിലും ഭിക്ഷു പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് കേട്ടവനാണ് എങ്കിൽ ആ ഭിക്ഷുവിൽ എന്തെങ്കിലും അപകടം നമ്മൾ കാണുന്നുണ്ടോ? എന്തെന്നാൽ ഭിക്ഷുക്കളെ, ഏതൊരു ഭിക്ഷുവിന് പേരും പ്രസിദ്ധിയും വരുന്നില്ലയോ അതുവരെ ആ അപകടങ്ങൾ ആ വ്യക്തിയിൽ ദൃശ്യമല്ല. അതായത് പേരും പെരുമയും വരുന്ന സമയത്താണ് മിക്കവർക്ക് അഹങ്കാരം വരുന്നത്, മതം വരുന്നത്, ഞാനാണ് ഏറ്റവും ഉയർന്നത് എന്ന തോന്നൽ വരുന്നത്. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. എല്ലാ പ്രശ്നങ്ങളും കാണാൻ സാധിക്കുന്നത് പേരും അതേപോലെ തന്നെ പ്രസിദ്ധിയും ഉള്ളവരല്ലാണ്. സാധാരണക്കാരിൽ അത് ഒരു പക്ഷേ കണ്ടില്ല എന്ന് വരാം. എന്നാൽ അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത്
പേരും പ്രസിദ്ധിയും ആർജിച്ച ആ ഭിക്ഷുവിൽ യാതൊരു അപകടവും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ ഭിക്ഷു വീണ്ടും അന്വേഷണം നടത്തണം. ഈ ആയുഷ്മാൻ പരിപൂർണമായിട്ട് ശാന്തനാണോ അതോ പരിപൂർണം ആയിട്ട് ശാന്തനല്ലയോ? ഈ ആയുഷ്മാൻ്റെ മനസ്സിലുള്ള രാഗം പരിപൂർണമായിട്ട് പോയതുകൊണ്ടാണോ, രാഗം പരിപൂർണമായിട്ട് ഇല്ലാത്തതുകൊണ്ടാണോ ഈ ആയുഷ്മാൻ ഇന്ദ്രിയ സുഖങ്ങളിൽ ഏർപ്പെടാത്തത്? ആ രീതിയിൽ അന്വേഷിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിന് ഇങ്ങനെ കാണാൻ സാധിക്കും, ഈ ആയുഷ്മാൻ പരിപൂർണമായിട്ടും പ്രശാന്തനാണ്, അപൂർണനായിട്ട് പ്രശാന്തനല്ല. അതായത് പൂർണ്ണമായിട്ടും അർഹന്തനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അവർ രാഗമുക്തരായതുകൊണ്ട്, രാഗം പരിപൂർണമായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകാത്തത്. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ മറ്റ് ഭിക്ഷുക്കൾ ആ ഭിക്ഷുവിനോട് ചോദിക്കുകയാണ്, താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അതിൻ്റെ കാരണമെന്താണ്? തെളിവെന്താണ്? അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം നൽകിക്കൊണ്ട് ആ ഭിക്ഷു ഇങ്ങനെ പറയണം, എന്തെന്നാൽ ഈ ആയുഷ്മാൻ സംഘത്തിന് നടുക്കാണെങ്കിലും അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും അതിലെ ചില വ്യക്തികൾ വളരെ ഉയർന്ന നിലയിലുള്ളവരായിരിക്കാം, ചിലർ വളരെ താഴ്ന്ന നിലയിലുള്ളവരായിരിക്കാം, ചിലർ ഒരു ഗ്രൂപ്പിന് ധർമ്മോപദേശം നൽകുന്നവരായിരിക്കാം, എന്നാൽ ചിലർ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകിയിരിക്കുന്നവരായിരിക്കാം, എന്നാൽ മറ്റു ചിലർ വളരെ പരിശുദ്ധരായിരിക്കാം. എന്നാൽ ഈ കാരണങ്ങൾ കൊണ്ട് ആ ആയുഷ്മാൻ അവരെ നിന്ദിക്കുന്നില്ല, അവരെ നിന്ദാപൂർവം നോക്കുന്നില്ല, അവജ്ഞയോടെ അവരെ നോക്കുന്നില്ല. കൂടാതെ ഞാൻ ഇതേ കാര്യം ഭഗവാനിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. ഞാൻ പരിപൂർണമായിട്ടും ശാന്തനാണ്, എൻ്റെ ശാന്തി അപൂർണമല്ല. എന്നിൽ രാഗം പരിപൂർണമായിട്ടും ഇല്ലാതായതുകൊണ്ടാണ്, അത് നഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇന്ദ്രിയ സുഖങ്ങളിൽ ഏർപ്പെടാത്തത്. അതായത് ഭഗവാൻ ഒരിക്കലും 5 ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തനല്ല, അതിൽ ഏർപ്പെടാറില്ല. ഇത്രയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഭിക്ഷു ഭഗവാനോട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചോദിക്കണം. അതിനുശേഷം ആ ഭിക്ഷു തഥാഗതനോട് തന്നെ നേരത്തെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കണം. താങ്കളിൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉള്ളതായിട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആ സമയത്ത് തഥാഗതൻ ഇങ്ങനെ ഉത്തരം പറയും, തഥാഗതനിൽ യാതൊരുവിധ ദോഷങ്ങളും കാണുവാനോ കേൾക്കുവാനോ സാധിക്കുന്നതല്ല. അടുത്തതായിട്ട് നമ്മൾ ചോദിക്കണം, തഥാഗതനിൽ എന്തെങ്കിലും സങ്കലനം നമ്മൾക്ക് കാണാനോ കേൾക്കാനോ സാധിക്കുമോ? അപ്പോൾ തഥാഗതൻ ഇങ്ങനെ പറയും, സങ്കലനം ആയിട്ടുള്ള ഒന്നും തന്നെ തഥാഗതനിൽ കാണാനോ കേൾക്കാനോ സാധിക്കുന്നതല്ല. പരിശുദ്ധമായിട്ടുള്ള എന്തെങ്കിലും തഥാഗതനിൽ കാണാനോ കേൾക്കാനോ കഴിയുമോ? അപ്പോൾ തഥാഗതൻ പറയും, പരിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തഥാഗതനിൽ കാണാനും കേൾക്കാനും കഴിയും. എന്നിലുള്ളിലാണ് അവ ഇരിക്കുന്നത്, എന്നാൽ അതിനാൽ എന്നെ അളക്കാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള ധർമ്മമുള്ള ഒരു ശാസ്താവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ പോകണം, എന്നിട്ട് ആ ധർമ്മത്തെ ശ്രവിക്കണം. അപ്പോൾ ആ ശാസ്താവ് ധർമ്മത്തിൻ്റെ ഉയർന്ന അവസ്ഥകളെപ്പറ്റി പറയും, അതിനേക്കാളും നല്ല അവസ്ഥകളെപ്പറ്റിയും പറയും, അതിൻ്റെ നല്ല ഭാഗവും ചീത്ത ഭാഗവും കാണിച്ചു തരും. അവരെ പഠിപ്പിച്ച രീതിയിൽ അവർ ആ ധർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ സ്വന്തം അനുഭവത്തിൽ തിരിച്ചറിയുന്ന സമയത്ത് ആ ഭിക്ഷു ഇങ്ങനെയൊരു നിഗമനത്തിൽ എത്തും, ധർമ്മത്തെപ്പറ്റിയുള്ള ഒരു തീരുമാനത്തിൽ എത്തും. അതായത് ആ ഉപദേശിച്ച കാര്യത്തെ സ്വന്തം അനുഭവത്തിൽ അറിയുന്ന സമയത്ത് ആ ഭിക്ഷുവിന് ധർമ്മത്തിൽ ശ്രദ്ധ ഉണ്ടാകുന്നു, ആ ശാസ്താവിൽ അല്ലെങ്കിൽ ഗുരുവിൽ ശ്രദ്ധയുണ്ടാകുന്നു. ഭഗവാൻ സമ്പുദ്ധനാണ്, ഭഗവാന്റെ ധർമ്മം ശരിയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടതാണ്, സംഘം ശരിയായിട്ട് തന്നെയാണ് അഭ്യസിക്കുന്നത്. സംഘം എന്ന് പറയുന്ന സമയത്ത് ഭിക്ഷു സംഘം. അപ്പോൾ മറ്റുള്ളവർ ആ ഭിക്ഷുവിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ആയുഷ്മാൻ ഇങ്ങനെ പറയാനുള്ള കാരണവും തെളിവും എന്താണ്? അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ ഉത്തരം കൊടുത്തുകൊണ്ട് ആ ഭിക്ഷു ഇങ്ങനെ പറയണം, സുഹൃത്തെ, ഞാൻ ധർമ്മം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് പോയി. അദ്ദേഹം ധർമ്മത്തിൻ്റെ ഉയർന്ന അവസ്ഥകളെപ്പറ്റി എന്നോട് പറഞ്ഞു, അതിനേക്കാൾ നല്ല അവസ്ഥകളെപ്പറ്റിയും എന്നോട് പറഞ്ഞു. അതിൻ്റെ എല്ലാം നല്ല വശവും ചീത്ത വശവും അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. ആ ഉപദേശങ്ങളിലെ
ആ ധർമ്മങ്ങളിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ സാക്ഷാത്കരിച്ചു, മനസ്സിലാക്കി. ഞാൻ പഠിച്ച രീതിയിൽ തന്നെയാണ് ആ ധർമ്മങ്ങൾ എന്ന് എനിക്ക് സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് ധർമ്മത്തിൽ ശ്രദ്ധ വന്നു, ശാസ്താവിൽ അല്ലെങ്കിൽ ഗുരുവിൽ ശ്രദ്ധ വന്നു. അതായത് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള ധർമ്മം സ്വന്തം അനുഭവത്തിൽ നമ്മൾക്ക് വന്നു. അപ്പോഴാണ് ധർമ്മത്തിലും അതേപോലെ തന്നെ ശാസ്താവിലും ശ്രദ്ധ ഉണ്ടായത്. അതായത് അനുഭവിക്കാതെ ഒരിക്കലും നമ്മൾക്ക് ശ്രദ്ധയുണ്ടാകില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ സമ്മാ സംബുദ്ധനാണ്. ഭഗവാന്റെ ധർമ്മം ശരിയായിട്ട് വ്യാഖ്യാനം ചെയ്യപ്പെട്ടതാണ്. സംഘം നല്ല രീതിയിൽ തന്നെയാണ് അഭ്യസിക്കുന്നത്. ഇപ്രകാരം ആരുടെയെങ്കിലും ശ്രദ്ധ ഉറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, തഥാഗതനിൽ ഇത്തരം ശ്രദ്ധ ഉറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും വ്യാഖ്യാനങ്ങളിലും ഇത്തരം ശ്രദ്ധ ഉറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ശ്രദ്ധ തെളിവുകളെ ആശ്രയിച്ചിട്ടാണ് ഉറച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അത് വളരെ ശക്തമായിട്ടുള്ള ശ്രദ്ധയാണ്. ഏതെങ്കിലും ശ്രമണ ബ്രാഹ്മണനോ ദേവന്മാർക്കോ മാരന്മാർക്കോ ബ്രഹ്മാവിനോ അല്ലെങ്കിൽ ലോകത്തിലെ മറ്റുള്ളവർക്കോ ആ ശ്രദ്ധയെ ഒരിക്കലും വ്യതിചലിപ്പിക്കാൻ സാധിക്കില്ല, ഇളക്കാൻ സാധിക്കില്ല. ഭിക്ഷുക്കളെ, ഇപ്രകാരമാണ് ശരിയായിട്ടുള്ള രീതിയിൽ ഒരു തഥാഗതനെ പറ്റി അന്വേഷിക്കേണ്ടത്. ഇപ്രകാരമാണ് തഥാഗതനെ ശരിയായിട്ടുള്ള രീതിയിൽ പരിശോധിക്കേണ്ടത്. അതാണ് ഭഗവാൻ പറഞ്ഞത്. ആ ഭിക്ഷുക്കൾ ഭഗവാന്റെ ഉപദേശത്തിൽ തൃപ്തരായി. എന്നിട്ട് ആ ഉപദേശങ്ങളെ അനുമോദിച്ചു. വീമംസക സൂത്തം നിഷ്ഠിതം. നമ്മൾക്ക് ഏതൊരു ഗുരുവിനെയും ഇതേപോലെ തന്നെ നമ്മൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ആദ്യം അവരെ പറ്റി നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നീട് അവരോട് തന്നെ ചോദിക്കുക. എന്നിട്ട് അവരുടെ ഉപദേശം നമ്മുടെ അനുഭവത്തിൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവരിൽ വിശ്വസിക്കാവൂ. അതായത് ഒരിക്കലും അന്ധവിശ്വാസം പാടില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ആർക്കെങ്കിലും സ്വന്തം ഗുരുവിൽ അന്ധവിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സൂത്രം നിങ്ങൾ അവർക്ക് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയത്തേക്ക് നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.